എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആവിയിൽ വേവിച്ച നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് രാവിലെയും വൈകുന്നേരമൊക്കെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ നല്ല രുചികരമായ ഒരു പലഹാരമാണ്. എല്ലാവർക്കും ഇപ്പോൾ ഹെൽത്തൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. എണ്ണക്കടികളേക്കാൾ കൂടുതൽ ആവിയിൽ വേവിച്ച പലഹാരത്തിനോടാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിനുവേണ്ടി ഇതുപോലെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആ വെള്ളത്തിലേക്ക് പിന്നെ 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 സ്പൂൺ ഉപ്പും കൂടിയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളയ്ക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1.5 കപ്പ് അരിപ്പൊടിയാണ്. സാധാരണ പത്തിരിപ്പൊടിയാണിത്. പത്തിരിക്ക് എടുക്കുന്ന നമുക്ക് റവ ഉണ്ടെങ്കിൽ റവയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മൾ ഈ കൊഴുക്കട്ടയ്ക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇനി ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കണം. ഇനി വേറൊരു കടായി വെച്ച് അതിനകത്തേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് ക്യാരറ്റാണ്. ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒന്ന് ചീവി എടുത്ത ക്യാരറ്റ് ഒന്ന് ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ക്യാരറ്റിന് ഒരുപാട് വേവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലില്ലാത്ത ശർക്കരയാണ്. കല്ലുള്ള ശർക്കരയാണെങ്കിൽ അത് നമുക്ക് പാനിയാക്കിയിട്ട് അരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പം കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. 2 സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 സ്പൂണിൻ്റെ വീഡിയോ ഒന്ന് അത് ഡിലീറ്റായിപ്പോയി. അപ്പം 2 സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് 2 മിനിറ്റ് സമയം നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം, നല്ല സോഫ്റ്റായി വരുന്നത് വരെ. ഇതുള്ളി നമുക്ക് ഫില്ലിങ് വെക്കുന്നതിന് വേണ്ടിയാണ്. ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 സ്പൂൺ ഏലക്ക പൊടിയാണ്. 1/2 സ്പൂൺ മുതൽ 1 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം, ടീസ്പൂൺ. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി കണ്ടോ, അല്പം വെള്ളത്തിൻ്റെ കുറവും കൂടി ഉണ്ട്. 1.5 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത്. അപ്പം അത് ഇച്ചിരി കുറവായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചൂടൊക്കെ അറിയതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല രുചിയാണ് കഴിക്കാൻ, അതുപോലെ കളർഫുള്ളുമാണ്. ചെറിയ ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ശരിക്കൊന്ന് കൈ പിടിക്കാൻ പൊള്ളുന്നുണ്ട് എനിക്ക്. അപ്പം ചൂടൊക്കെ ഏകദേശം കുറഞ്ഞു. ഇത് നന്നായിട്ടൊന്ന് ഞാനിതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് പച്ചയ്ക്ക് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്, വഴറ്റിയതൊന്നുമല്ല. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ക്യാരറ്റിൻ്റെ ഒരു ചെറിയ മധുരവും നല്ല കളറും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം വേറെ സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ സാധാരണ കൊഴുക്കട്ടയ്ക്ക് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി ഇത് ഫില്ലിങ്ങിന് ക്യാരറ്റ് ചേർക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തേക്കും കുറച്ച് ക്യാരറ്റ് ചേർക്കുന്നു. നല്ല രുചിയുണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ. ക്യാരറ്റിൻ്റെ മധുരവും ആ കളറും എല്ലാം കൂടി ആകുമ്പം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കെന്നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു ആവിയിൽ വേവിച്ച പലഹാരമാണ്. നമുക്കിത് കഴിക്കുന്നതിനുണ്ട് യാതൊരു കുഴപ്പമില്ല. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി ഇതുപോലെ ഉരുട്ടിയെടുക്കണം. ഇതേപോലെ ഞാൻ എല്ലാം ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഉരുട്ടിയെടുത്തതിന് ശേഷം നടുക്ക് ഇതുപോലെ നമുക്കൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക ഫില്ലിങ്ങിന് വേണ്ടി. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ് ഇതിനകത്തേക്ക് 1.5 സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓവറായി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫില്ലിങ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഉരുട്ടിയെടുക്കണം നല്ലൊരു ഷേപ്പിലേക്ക്.
അപ്പോൾ നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഞാൻ ആ 1.5 കപ്പ് കൊണ്ട് എനിക്ക് 9 എണ്ണമാണ് ഏകദേശം കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. അതിന് മുമ്പായിട്ട് ഇതിനൊരു ഡിസൈൻ വരുത്തുന്നതിന് വേണ്ടി ഞാൻ ആപ്പിൾ ഒക്കെ പൊതിഞ്ഞ് വരുന്ന ആ റാപ്പ് പേപ്പർ ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് കഴുകി ഉണക്കി പിന്നെ ഒരു അല്പം നെയ്യോടെ ഇത് തടവുന്നുണ്ട്, ഒട്ടിപ്പിടിക്കാതൊക്കെ ഇരിക്കാനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ, അതൊരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ, അതിൽ കാര്യമൊന്നുമില്ല. അത് ഇതുപോലെ ആ ഒരു നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഉണ്ട ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഈ രീതിയിലൊന്ന് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു റാപ്പ് പേപ്പറിൻ്റെ ഉണ്ടോ ഡിസൈനൊക്കെ ഇത് വീഴും. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിലും അവരൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ശരിക്കും ഇതെന്താ സംഭവം എന്ന് വിചാരിച്ച് അവർ ഞെട്ടിപ്പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി അവരെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പറ്റുന്ന അവസരമാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സൊക്കെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഇടുക. അപ്പോൾ ഇത് ആവിയിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊരു 15 മിനിറ്റ് സമയം ഒന്ന് സാധാരണ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആവിയിൽ സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞ് ഇത് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്, കാരണം ക്യാരറ്റ് അകത്തും പുറത്തും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊന്ന് എത്തിക്കുക, എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഞാൻ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.